കുർബാനയ്ക്ക് എനിക്ക് ഈ ഒരു 3 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, പണ്ട് നമ്മൾ സൺഡേ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും 1 തൊട്ട് 12 വരെയുള്ള പിള്ളേരെ പള്ളിയുടെ അൾത്താരയുടെ ഏറ്റവും അടുത്ത് തന്നെയായിരുന്നു നമ്മൾ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്, അതായത് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ സൺഡേ സ്കൂൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പയ്യെ പുറകോട്ടങ്ങ് വലിഞ്ഞ് മാറാൻ തുടങ്ങി. കാരണം വലിയവരെപ്പോഴും പുറകിലാണോ നിൽക്കുന്നത്, അല്ലെ പെരുന്നാൾ നമുക്ക് മണ്ഡലത്തിൽ നിൽക്കാം, അങ്ങനെ അകത്ത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്നും പറഞ്ഞാൽ അകത്ത് നിൽക്കുന്നില്ല എന്നുള്ളതല്ല, എവിടെയെങ്കിലും നിന്നാൽ മതി എന്നുള്ളൊരിത്. പക്ഷേ ഇടക്കാലം കൊണ്ട് ഞാൻ എന്തോ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരിത്, എനിക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ, ഞാൻ കൊയറിലുണ്ട്. അപ്പോൾ എപ്പോഴും കൊയർ പാടാൻ പറ്റാത്ത സമയത്ത് ഞാൻ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുക, അൾത്താരയുടെ അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെ സൺഡേ സ്കൂൾ പിള്ളേരുടെ കൂടെ തന്നെ നിന്ന് കുർബാന പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അർപ്പിക്കുമ്പോൾ ഉള്ള ഒരിതെന്ന് വെച്ചാൽ, മറ്റുള്ളിടത്തേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല. ജസ്റ്റ് ആ ഒരു കുർബാനയിലോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു നിമിഷത്തിലോട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാട്ട് കുർബാന, പാട്ട് കുർബാന എനിക്ക് വളരെ ആനന്ദവും എന്താ പറയുക, ഒരു സ്പിരിച്വാലിറ്റി പ്ലസ് ഹാപ്പിനെസ് എല്ലാം തരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ ലയിച്ച് അങ്ങ് പോവുകയാണ്. ഫ്രണ്ടിൽ നിന്ന് കുർബാന പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അർപ്പിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, അത് ഈ ഒരു ഇടക്കാലം കൊണ്ട്, എന്താ പറയുക, ഒരു 3-4 വർഷമായുള്ളൂ അതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ എൻ്റെ ചാച്ചി ഈ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കുർബാന ഇത് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ഇത്രയും പ്രായമായിട്ടും എന്തിനാ ഈ ഫ്രണ്ടിൽ പോയി പിള്ളേരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പം നമ്മളും തമ്പുരാനും മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കുർബാനയിൽ ലയിച്ച് അത് നമ്മൾ ഫീൽ ചെയ്ത് അത് നമ്മൾ ഉൾക്കൊള്ളുക, ഉള്ളിൽ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കുക. ആ ഒരു അനുഭവമാണ് ചാച്ചിക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ എക്സ്പീരിയൻസിലൂടെ.